ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് പോണ്ടിച്ചേരി ട്രിപ്പ്. നമ്മുടെ ഇന്നത്തെ ഡേ 2 പോണ്ടിച്ചേരി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പം ഞാനൊരു യെല്ലോ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ അജിയോന്ന് മേടിച്ചതാണ്. പിന്നെ എൻ്റെ വാച്ച്, ഇയറിങ്സ്, പിന്നെ ഒരു ഹെയർ ബാൻഡ് ഇപ്പോഴത്തെ കയ്യിലിട്ടേക്കുന്നത്, പിന്നെ ഒരു നെക്ക് പീസും. ഇത്രയുമാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് അധിക സ്ഥലങ്ങൾ കറങ്ങാനുണ്ട്. ബിക്കോസ് ഇന്നാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഡേ. എൻ്റെ സൗണ്ട് കുറച്ച് പോയിരിക്കുകയാണ്, അപ്പം അതൊന്ന് നിങ്ങൾ ക്ഷമിക്കണം. അപ്പം നമുക്ക് പോവാം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ലാസ്റ്റ് വ്ലോഗിൽ. അപ്പോൾ ആ ഐറ്റംസൊക്കെ ഇന്ന് നമുക്ക് വിസിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ വെറുതെ ഒരു പ്രഹസനത്തിന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ്ടിച്ചേരി ട്രിപ്പിൽ എവിടെയൊക്കെ പോകണം എന്നെല്ലാം ഐറ്റിനറി പ്രിപ്പയർ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു കേട്ടോ. കൊണ്ടുവന്നാൽ മാത്രമുള്ളത് ഹസ്ബൻഡ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. സോ ഞാൻ ആദ്യമേ തന്നെ എല്ലാ ലിസ്റ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്, ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ്. പോണ്ടിച്ചേരി വന്നാൽ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അത്രയ്ക്കും ഹൈപ്പാണ് ഈ ഒരു പ്ലേസിന്. ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും അല്ലാതെയും വാട്സാപ്പ് സ്റ്റേറ്റസും വഴിയൊക്കെ ഞാൻ ഈ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റിനെ പറ്റി കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരണം, ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ വന്നു. രാവിലെ വന്നിട്ട് എന്താ കാര്യം, 8 മണിക്ക് ഓപ്പൺ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈം കൊണ്ട് നമ്പറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നമ്പർ ആകുമ്പോഴത്തേക്കും അവർ നമ്മളെ വിളിക്കും. അന്നേരം മാത്രമേ നമുക്ക് അകത്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളും ഉണ്ട് കൂടെ. ഒരു ഫോട്ടോയ്ക്ക് വിളിച്ച് അധികം വരത്തില്ല. ഞാൻ കുറേ നിർബന്ധിച്ച് പ്ലീസൊക്കെ പറഞ്ഞ് വേണം പുള്ളിക്കാരത്തിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനായിട്ട്, ഫോട്ടോ എടുക്കാനായിട്ട്, നിർത്താനായിട്ട്. അപ്പോൾ നമ്മുടെ സ്ലോട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇരുന്നപ്പോൾ ഒരു മെനു തന്നിട്ടുണ്ട്. അപ്പോൾ മെനുവിൽ നോക്കിയിട്ട് എനിക്ക് ആദ്യം തന്നെ ഐഡിയ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇവിടുന്ന് ഓർഡർ ചെയ്യേണ്ടതെന്ന്. ബിക്കോസ് ഞാൻ കുറേ വ്ളോഗൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ ഐറ്റംസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ആദ്യം എനിക്കൊരു ഹോട്ട് ചോക്ലേറ്റ് ആണ് അവർ കൊണ്ട് തന്നത്. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ഫൈൻ ചോക്ലേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹോട്ട് ചോക്ലേറ്റേ അല്ല, ഭയങ്കര തിക്കായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾ പോണ്ടിച്ചേരി വരികയാണെങ്കിൽ ഈ സ്ഥലം മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ എൻ്റെ കുറച്ച് പ്രഹസനം വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഇളക്കാതിരുന്നത് എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു ടാറ്റനായിരുന്നു. അതൊരു കൊറിയാൻഡർ ചട്നിയിൽ അല്ലെങ്കിൽ ഒരു സോസിൽ വരുന്നതാണ്, ഗ്രിൽഡ് ചിക്കനൊക്കെ ആയിട്ട്. പിന്നെ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ഹണിയും ഉണ്ടായിരുന്നു. ഈ ഹണി നമ്മൾ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ബ്രെഡ് കുറച്ച് കട്ടിയായിട്ട് തോന്നി കേട്ടോ, അത്രയും ഒന്നും ടോസ്റ്റ് ആവണ്ടായിരുന്നു. കുറച്ചുകൂടി സോഫ്റ്റ് ആവാമെന്ന് തോന്നി. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇപ്പോൾ പറയുമ്പോഴേക്ക് വായിൽ വെള്ളം വരണം കേട്ടോ, അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ കൈയൊക്കെ നക്കി തിന്നേണ്ട അവസ്ഥയായിരുന്നു, അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു. പിന്നെ റേറ്റൊക്കെ ഹയർ സൈഡാണ് കേട്ടോ. പക്ഷേ നല്ല ആഹാരത്തിന് പൈസ കൊടുക്കുന്നുണ്ട്, തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും. നല്ല ആഹാരമായിരുന്നു. അതുകൊണ്ട് പിന്നെ വൺ ടൈം ട്രൈ ഒക്കെ അല്ലേ. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴാണ് ഇവിടെ പോണ്ടിച്ചേരി വരണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണതാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. എല്ലാത്തിനും ഇതൊരു 180 എന്തോ ആയിരുന്നു. പക്ഷേ മറ്റേ സംഭവം 280 380 എന്തോ ആയിരുന്നു നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ടാറ്റന്. അപ്പം എന്തായാലും അത് രണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ പാൻ കേക്ക്സാണ് അടുത്ത ഐറ്റം. ഇത് ഇവരുടെ സ്പെഷ്യലാണ്, ഗ്ലൂട്ടൻ ഫ്രീ പാൻ കേക്കാണ്. ബ്രെഡ് ആൻഡ് ചോക്ലേറ്റിൻ്റെ സ്പെഷ്യൽ സിഗ്നേച്ചർ ഐറ്റമാണിത്. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് കുട്ടി ഷോപ്പിങ്ങിനായിട്ട് അവിടുത്തെ ഫ്രഞ്ച് കോളനിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ട്രിവാൻഡ്രം ശംഖുമുഖത്ത് കിട്ടുന്ന സെയിം ഐറ്റംസ് ആയതുകൊണ്ട് ഞാൻ ഒന്നുപോലും മേടിച്ചിട്ടില്ല. ഞാൻ റേറ്റൊക്കെ കമ്പയർ ചെയ്തപ്പം കഴിഞ്ഞ മാസം ഞാൻ കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു. ശംഖുമുഖമല്ല കേട്ടോ, കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കന്യാകുമാരി കിട്ടുന്ന സെയിം ഐറ്റംസ് കന്യാകുമാരിയിൽ ഇതിലും വിലക്കുറവായിരുന്നു. അപ്പം ഞാൻ അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ഐറ്റം, ഇതിങ്ങനെ കൊട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നതാണ്, അടിപൊളി ഐറ്റമാണ്. എനിക്ക് വാങ്ങണമെന്നുണ്ടായി, പിന്നെ ഞാൻ മേടിച്ചില്ല. അങ്ങനെ കോളനിയൊക്കെ കുറച്ചിങ്ങനെ കണ്ട് നടന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം, പിന്നെ എവിടെ നോക്കിയാൽ ഈ ഒരു ഐറ്റം മാത്രമേ എൻ്റെ കണ്ണിൽ പെടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ പോണ്ടിച്ചേരിയിലൊരു അമ്പലമാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അമ്പലമൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അമ്പലത്തിലൊക്കെ പോവാം. അങ്ങനെ ഫ്രഞ്ച് കോളനി കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു, ഈ സൈക്കിൾ റിക്ഷ ചേട്ടൻ. ചേട്ടൻ പറഞ്ഞു ഫ്രഞ്ച് സ്ട്രീറ്റ് കോളനി ഫുൾ കറക്കി കാണിച്ചു തരാം, 400 രൂപ മതി ഹാഫ് ആൻ അവറിന്. ഹാഫ് ആൻ അവർ ആണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എഗ്രി ചെയ്തു. ബിക്കോസ് ഈ വെയിലത്ത് നടന്ന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കാറിൽ പോകുകയെന്ന് വെച്ചാൽ പാർക്കിങ്ങിന് സ്ഥലമില്ല, എവിടെ ഇംപ്രോപ്പറായിട്ട് പാർക്ക് ചെയ്താലും ബുക്ക്ഡ് ഫോർ ഇംപ്രോപ്പർ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പോലീസ് വന്ന് സ്റ്റിക്കർ ഒട്ടിക്കും. അതിലും നല്ലത് ഈ ചേട്ടൻ്റെ റിക്ഷയിൽ കയറണമെന്ന് ഓർത്തിട്ട് ഞങ്ങളത് ഓപ്റ്റ് ചെയ്തു കേട്ടോ. ചേട്ടൻ ഫ്രഞ്ച് കോളനിയുടെ മുക്കും മൂലയും ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോസിലൊക്കെ ഇവിടെ പോകുന്നതിന് മുന്നേ കുറേ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ സ്പോട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയി. പക്ഷേ ആ സ്പോട്ടിലൊന്നും ആ ഒരു ഭംഗി ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ. ബിക്കോസ് വെയിലടിച്ചിട്ട് കുറേ പൂവൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാർഡൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് വെട്ടിക്കളഞ്ഞു. അത് കാരണം എനിക്ക് അടിപൊളി ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഒപ്പിച്ചു. അങ്ങനെ ചേട്ടൻ ഞങ്ങളെ എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾ പോണ്ടിച്ചേരി വരികയാണെങ്കിൽ ഒബ്വിയസ്ലി കൂടുതൽ പേരും എനിക്കൊന്നും കുട്ടികളില്ലാതെ വരുന്ന എല്ലാവരും, അതായത് കപ്പിളായിട്ട് മാത്രം വരുന്നവരോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്നവരൊക്കെ കൂടുതലും 2 വീലർ ഇവിടെ വന്നിട്ട് റെൻറ്റിന് എടുക്കാറാണ് പതിവ്. ഇൻ കേസ് അങ്ങനെയല്ല, നിങ്ങൾ കുഞ്ഞൊക്കെ ആയിട്ടാണ് വരുന്നത്, കാറിലാണ് വന്നത് അല്ലെങ്കിൽ ട്രെയിനിലാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കൂട്ടിയിൽ പോകുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിക്ഷ നിങ്ങൾ ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫ്രഞ്ച് കോളനി ഫുൾ കാണാൻ പറ്റും കേട്ടോ. ഇവർക്കൊരു വരുമാനവുമാകും, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും ആകും. അപ്പം അതൊരു ഓപ്ഷനാണ്, ഞാൻ എല്ലായിടത്തും സജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് വെയിലായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ കാഴ്ച കാണുന്നതിനിടയ്ക്ക് വെയിലിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതിവിടുത്തെ മുനിസിപ്പാലിറ്റി ഓഫീസ് എന്തോ ആണ്, ഇപ്പോൾ അത് യൂസിലില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ റൈറ്റ് സൈഡിൽ കണ്ടത്. ഇതൊക്കെ ഓരോരോ വീടാണ് കേട്ടോ, ഫ്രഞ്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീടുകളാണ്. ഫ്രാൻസിലെ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളാണ് കേട്ടോ. പിന്നെ ഒരു ചേർച്ച് കണ്ടു. ഈ ചേർച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. കൂടാതെ ചേർച്ചിലെ കോറസ് ഈ പാട്ട് കേൾക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒരു സൂത്തിങ് നല്ലൊരു പാട്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോൾ കുറച്ച് നേരം അവിടെ കേട്ട് നിന്ന് പോയി ഞങ്ങൾ. അത് കഴിഞ്ഞ് ഓരോരോ സ്പോട്ട് ഞാനിങ്ങനെ ഫോട്ടോയിൽ കണ്ട ഓരോ സ്പോട്ട് ചേട്ടനിങ്ങനെ കാണിച്ചു കൊടുക്കും. ആ സ്പോട്ടിലെല്ലാം ചേട്ടനിങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ആയിരുന്നു. പിന്നെ ഫുൾ ഞങ്ങളെ ചുറ്റി കാണിച്ചു തന്നു. കോളനി സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഫുൾ ഞങ്ങൾ കണ്ടു. ഇതിവിടുത്തെ സ്റ്റാർബക്സ് ആണ് കേട്ടോ, പോണ്ടിച്ചേരിയിലെ സ്റ്റാർബക്സ്. അതിനകത്ത് ചെയ്തേക്കുന്ന ആർട്ട് വർക്ക് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല പെയിൻറ്റിങ് ആണ്, നല്ല കളർഫുള്ളായിട്ട്. പിന്നെ ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു KBS എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിർത്തി. അവിടുന്ന് ചായ കുടിച്ചു. ഞാനൊരു ഗോലി സോഡ കുടിച്ചു. ചേട്ടന് ഞങ്ങൾ ചായ മേടിച്ചു കൊടുത്തു. അടിപൊളി ചായ ആയിരുന്നു കേട്ടോ, ഗോലി സോഡ സൂപ്പറായിരുന്നു. പിന്നെ അതെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ 12:30 ആയിരുന്നു ഏകദേശം. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. ഇന്ന് നിങ്ങൾ വേറൊരു ഹോട്ടലിലാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിലിട്ട് പോണ്ടിച്ചേരിയിൽ തിരക്ക് കാരണം ഞങ്ങൾക്ക് ബുക്കിംഗ് ഒന്നും കിട്ടിയില്ല. സോ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെയാണ് ഒരു ഹോട്ടലിൽ സ്റ്റേ എടുത്തത്. അത് ബോർഡറിലാണ് എടുത്തത്, പോണ്ടിച്ചേരി തമിഴ്നാട് ബോർഡറിൻ്റെ സൈഡിലൊരു ഹോട്ടലാണ് കേട്ടോ എടുത്തത്. അപ്പം ലേ ഹോളിഡേ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലായിരുന്നു. അപ്പോൾ ചെന്നു, ചെക്ക് ഇൻ ചെയ്ത ഉടനെ തന്നെ ഞങ്ങൾ പൂള് ഓപ്റ്റ് ചെയ്തു. എവിടെ പോയാലും പൂളുള്ള സ്ഥലം ഞങ്ങൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം ഇത്തവണ പൂള് കിട്ടിയതുകൊണ്ട് ഹസ്ബൻഡും മോളും കുറച്ച് നേരം പൂളിൽ സ്പെൻഡ് ചെയ്തു. ഞാനൊരു പൂൾ ബേബി അല്ല, സോ ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് ഓറോവില്ലിലേക്കാണ്. അപ്പം ഓറോവിൽ ആക്ച്വലി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ട്രാവലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഞങ്ങൾ താമസം. അതിൻ്റെ ഓപ്പോസിറ്റ് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സ്റ്റേ ഡോർമെറ്ററി ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ രാത്രിയൊക്കെ എൻ്റെ ലൈറ്റിങ്ങൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. മാമോ എന്തൊക്കെയോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ എൻജോയ് ചെയ്യണം പോലെ ചിരിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ പോകുന്ന വഴിക്കൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ പിസ്സ ഷോപ്പുകളാണ്. ഇവിടെ കൂടുതലും പിസ്സയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പോണ്ടിച്ചേരിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടാൻഡോ പിസ്സ ഈ ഒരു റൂട്ടിലാണ് കേട്ടോ, ഓറോവില്ലിലേക്ക് പോകുന്ന റൂട്ടിലാണ്. പക്ഷേ ടാൻഡോ പിസ്സയിൽ ഒട്ടുക്കത്തെ തിരക്കായതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇനി ഒരിക്കലാവട്ടെ എപ്പോഴെങ്കിലും പോകുകയാണെങ്കിൽ ടാൻഡോ പിസ്സ ട്രൈ ചെയ്യാം. ഞാൻ ടാൻഡോയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വരുന്നതിന് മുന്നേ റിവ്യൂസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു, റീസെൻറ്റ് റിവ്യൂസൊക്കെ ഗൂഗിളിൽ. അപ്പോൾ അത്ര നല്ലതല്ല, ഇപ്പം ഭയങ്കര മോശമാണ്, അങ്ങനത്തെ കുറച്ച് റിവ്യൂസൊക്കെ ഞാൻ കണ്ടു. അത് കാരണം ഞാൻ ഇത്തവണ അത് ട്രൈ ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ.
ആ പോകുന്ന വഴിയൊക്കെ കുറച്ച് ഇടുങ്ങിയ വഴിയാണ്, കുറച്ച് ഉൾപ്രദേശത്തോട്ടാണ് ഈ ഓറോവിൽ എന്ന് പറയുന്ന സ്ഥലമുള്ളത് കേട്ടോ. ഇതേ അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി. ഞങ്ങൾ പോകുന്നത് ഓറോവില്ലാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മാതൃമന്ദിർ ഉണ്ട്. അവിടെ പോകണമെങ്കിൽ നമ്മൾ 1 വീക്ക് മുന്നേ ഇമെയിലൊക്കെ അയച്ച് അവരത് അപ്രൂവ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടു. അതൊരു ദിവസം പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഓറോവില്ലാണ്. ഇവിടെ നിന്ന് മാതൃമന്ദിർ നമുക്ക് കുറച്ച് സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബനിയൻ ട്രീ ഉണ്ട്, അപ്പം അതൊക്കെ ഉണ്ട്. പിന്നെ ഇവരുണ്ടാക്കുന്ന ഐറ്റംസ്, പിന്നെ ഇവരുടെ കൃഷി സ്ഥലങ്ങൾ, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് 150 റുപ്പീസാണ് ഫോർ വീലർ, ബൈക്കിന് 50 റുപ്പീസ്. പിന്നെ നിങ്ങൾ കയ്യിൽ കാശ് കരുതുക. ഇവിടെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഗൂഗിൾ പേ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് വർക്കായാൽ വർക്കായി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കാശ് കയ്യിൽ കരുതുക. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. കുറേ ഷോപ്സൊക്കെ അടുത്തുണ്ട്. നമുക്ക് ദാഹിച്ചാലും വെള്ളം, ഫുഡ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പോകുന്ന വഴിക്ക് നിറയെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാഴ്ചയൊക്കെ കണ്ട് നല്ല ഗ്രീനറിയാണ്, കിളികളുടെ ശബ്ദം, പച്ചപ്പ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിനി കേരളം പോലെ എനിക്ക് തോന്നി. അതൊക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഈ കാണുന്നത് റെസ്റ്റോറൻ്റാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശപ്പും ദാഹമൊക്കെ തോന്നിയാൽ ഒട്ടും വിഷമിക്കേണ്ട. ഇവിടെ ഫുഡും വെള്ളമൊക്കെ ധാരാളം ഉണ്ട്. എവിടെ പോയാലും നമുക്ക് കിട്ടും. പിന്നെ നമുക്കിനി ഉള്ളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ മാതൃമന്ദിർ സ്പോട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 പാസ് എടുക്കണം കേട്ടോ. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. കുഞ്ഞുണ്ടെങ്കിൽ അത് അവരുടെ പറയണം. നമുക്ക് പിങ്ക് കളറിലെ പാസ് കിട്ടും. അപ്പം ക്യൂ നിന്ന് നമ്മൾ പാസ്സൊക്കെ എടുത്തു. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലാണ്ടെങ്കിൽ ബസ് സർവീസ് അല്ലെങ്കിൽ ചെറിയ ടാക്സി സർവീസൊക്കെ, ടാക്സി അല്ല കേട്ടോ, മിനി വാൻ സർവീസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു സൈഡ് നിങ്ങൾ നടന്നു പോവോ, മറ്റൊരു സൈഡ് നിങ്ങൾ തിരിച്ച് വണ്ടിയിൽ വന്നാൽ മതി. അപ്പോൾ രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നടന്നാണ് കേട്ടോ പോയത്. തിരിച്ച് വന്നപ്പോൾ ബസ്സാണ് ഓപ്റ്റ് ചെയ്തത്. നടന്നു പോകാൻ നമുക്ക് ഇങ്ങനെ കാല് കഴിക്കുകയോ അങ്ങനത്തെ ഒന്നും തോന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ സ്ഥലമൊക്കെ എൻജോയ് ചെയ്ത് സംസാരിച്ചൊക്കെ പോകാൻ നല്ല രസമാണ്. അപ്പം നിങ്ങൾ പോണ്ടിച്ചേരി വന്നിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഓറോവിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിറ്റി ഓഫ് ഡോൺ എന്നാണ് അർത്ഥം. അതായത് പ്രഭാത നഗരം എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഇതൊരു എക്സ്പെരിമെൻ്റൽ സിറ്റിയാണ് കേട്ടോ. ഏകദേശം 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ഇവിടെയെന്നല്ല, നമ്മുടെ മാതൃമന്ദിറിലുണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പം അവർ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. മാതൃമന്ദിറിൽ അവിടെ നോ റിലീജിയൻ, നോ റേസിസം ഒന്നുമില്ല. എല്ലാവരും ഈക്വലാണ്. അവിടെ എൻജിനീയർ എന്നോ അല്ലെങ്കിൽ ഡോക്ടറെന്നോ കൂലിപ്പണിക്കാരെന്നോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ഒന്നാണ്. എല്ലാവർക്കും ഒരേ സാലറി തന്നെയാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊള്ളാം അല്ലേ? നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ പ്രോസസ്സൊക്കെ ഉണ്ട്. ഇവരുടെ സൈറ്റിൽ തന്നെ അത് അവൈലബിൾ ആണ്. കുറേ അഡ്മിഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളത് പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്കും മാതൃമന്ദിറിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ എടുത്ത പാസ് ഇവിടെ കാണിക്കണം കേട്ടോ. ഇത് കാണിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ കുറേ സോളാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഫുൾ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് കേട്ടോ എല്ലാം. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ബനിയൻ ട്രീ. ഈ ഒരു ബനിയൻ ട്രീയുടെ റൂട്ട്സ് ആണ് ഈ കാണുന്ന ബാക്കി ട്രീസ് എല്ലാം. എന്ത് അത്ഭുതമല്ലേ? നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. നല്ല സൺലൈറ്റും നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ്. കുറേ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാർന്ന ജീവജാലങ്ങളുള്ള ഒരു ഭൂമി കൂടിയാണ് കേട്ടോ ഇത്. ഈ
സൺലൈറ്റ് വരുന്ന ഈ ഒരു നാച്ചുറൽ ലൈറ്റിംഗ് അടിപൊളിയായിരുന്നു. സോ എത്ര വീഡിയോ എടുത്തിട്ടും എനിക്ക് മതിയാവണേ ഉണ്ടായിരുന്നില്ല. ഫിൽറ്റർ ഇട്ട പോലെയില്ലേ, അത്രയ്ക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഹട്ടൊക്കെ ഉണ്ട് അവിടെ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ മാത്രി മന്ദിറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെ ഒരു സ്ഥലം കയറി വരുമ്പോൾ അതെ ആ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ മാത്രി മന്ദിർ എന്ന് പറയുന്നത്. ഓറോവിൽ ആക്ച്വലി ഹോളിസ്റ്റിക് ജീവിതം അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആർക്കിടെക്ചർ, സസ്റ്റൈനബിലിറ്റി ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് നമ്മുടെ ഓറോവില്ലുള്ളത്. ഈ ഓറോവിലിൻ്റെ സെൻറ്ററിലുള്ള ഒരു പ്രാർത്ഥനാലയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഈ മാതൃ മന്ദിർ എന്ന് പറയുന്നത്. ഗോൾഡൻ കളറിലുള്ള ഒരു ഡോം ഷേപ്പിലുള്ള ഒരു പ്രാർത്ഥനാലയം, അതാണ് മാതൃ മന്ദിർ എന്ന് പറയുന്നത്. പണ്ട് ഇതൊരു പാഴ്നിലമായിരുന്നു, അതിനെയാണ് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ മനുഷ്യരുണ്ട്. ഇവിടെ കയറാനായിട്ട് അഡ്മിഷൻ പ്രോസസ്സും ഉണ്ട്. അതൊക്കെ നമ്മൾ പാസ്സാവുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മെമ്പറായിട്ട്, ഇവിടുത്തെ ഈ കമ്മ്യൂണിറ്റിയിലൊരു മെമ്പറായിട്ട് നമുക്ക് മാറാൻ കഴിയും. നമുക്കൊരു ഐഡിയും കാർഡും ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യും. ഇവിടെ എല്ലാവർക്കും തുല്യതയാണ്, എല്ലാവരും ഈക്വലാണ്. മതമില്ല, ജാതിയില്ല, നിറവ്യത്യാസമില്ല, ഒരു റേസിസം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എല്ലാവരും ഈക്വലാണ്. ആര് പണി ചെയ്താലും ഈക്വൽ സാലറി തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുക. ഈ വിവരങ്ങളൊക്കെ പലരും പറഞ്ഞ അറിവാണ്. എനിക്കതിനുള്ളിൽ കാണണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇത്തവണ കാണാൻ പറ്റിയില്ല. ഇനി ഒരിക്കലെങ്കിലും നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് ബസ്സിലാണ് വന്നത്. അത് കഴിഞ്ഞ് നല്ല വിശപ്പായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ രാത്രി ഡിന്നർ അടിപൊളിയാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ കാമാച്ചി ബിരിയാണിയിലേക്കാണ് വന്നേക്കുന്നത്. പോണ്ടിച്ചേരിയിലെ വൺ ഓഫ് ദ ഫേമസ് ബിരിയാണി സെൻറ്റേഴ്സാണ് കാമാച്ചി ബിരിയാണി എന്ന് പറയുന്നത്. ഭയങ്കര ഹൈപ്പാണ് ഈ ഒരു സ്ഥലത്തിനും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തുറന്നിട്ടില്ലായിരുന്നു, മീൻസ് കട അടച്ചേക്കുമായിരുന്നു. 6:30 ആയി ഞങ്ങൾ വന്നപ്പോൾ. 6:30 ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു 7 ആയി കേട്ടോ. ഞങ്ങളെല്ലാം വെയിറ്റിങ്ങിലായിരുന്നു. തുറന്നപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് കയറിയത്. ഇവിടെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. പിന്നെ പുറത്തെ ബോർഡിലും അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന്, ഇന്നത്തെ ഡിഷസ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു മട്ടൻ ബിരിയാണിയും ചിക്കൻ 65 ബിരിയാണിയും ഇവിടുത്തെ കലക്കിയും, അതെന്ന് വെച്ചിട്ട് ഓംലെറ്റാണ് കേട്ടോ. ഇവരുടെ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടിട്ടൊരു മസാല കലക്കിയും ആണ് പറഞ്ഞത്. പിന്നെ ലിവർ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് കഴിക്കത്തില്ല, ഹസ്ബൻഡ് അത് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ വന്നു, കഴിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഐറ്റംസാണ്. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ. അപ്പം വേർത്ത് ഹൈപ്പ് എന്ന് ഞാൻ പറയും. അപ്പം നിങ്ങൾ പോണ്ടിച്ചേരി വരാണെങ്കിൽ കാമാച്ചി ബിരിയാണി മിസ് ചെയ്യരുത് കേട്ടോ, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മുടെ ഡേ 2 വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് പുതിയൊരു സ്ഥലമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.